തുടക്കം മുതൽ തന്നെ ദൈവം മനുഷ്യരാശിയെ തിരഞ്ഞെടുക്കാനുള്ള കഴിവോടെ സൃഷ്ടിച്ചു. ഈ ദിവ്യദാനം, സ്വതന്ത്ര ഇച്ഛാശക്തി, ഒരു മിഥ്യയോ ഭാരമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെടുക എന്നതിന്റെ ഒരു അടിസ്ഥാന ഭാഗമാണ്. നമ്മൾ റോബോട്ടുകളോ പാവകളോ അല്ല. നമ്മൾ ധാർമ്മിക മൂല്യമുള്ളവരാണ്. നന്മ തിന്മകൾ, അനുസരണവും മത്സരവും, ജീവിതവും മരണവും എന്നിവ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവരാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനും ഹവ്വയ്ക്കും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നരുതെന്ന് വ്യക്തമായ ഒരു കൽപ്പന നൽകി. അവൻ അവരെ അനുസരിക്കാൻ നിർബന്ധിച്ചില്ല. അവൻ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അവരുടെ അനുസരണക്കേട് പാപവും മരണവും ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിലേക്ക് നയിച്ചു. സ്വതന്ത്ര ഇച്ഛാശക്തി ദുരുപയോഗം ചെയ്തതിന്റെ വിനാശകരമായ അനന്തരഫലങ്ങൾ ഇത് കാണിക്കുന്നു. എന്നിരുന്നാലും വീഴ്ചയ്ക്ക് ശേഷവും ദൈവം നമ്മുടെ ഇച്ഛയെ ആകർഷിക്കുന്നത് തുടരുന്നു. ആവർത്തന പുസ്തകം 30:19 ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും അനുഗ്രഹങ്ങളും ശാപങ്ങളും വെച്ചിരിക്കുന്നു. ഇപ്പോൾ ജീവൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ദീർഘായുസ്സുണ്ടാകും. ഇത് ദൈവത്തിന്റെ ഹൃദയത്തെ കാണിക്കുന്നു. നാം ജീവൻ തിരഞ്ഞെടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവൻ നമ്മെ നിർബന്ധിക്കുന്നില്ല. പകരം അവന്റെ സ്നേഹത്തിനും സത്യത്തിനും സ്വതന്ത്രമായി പ്രതികരിക്കാൻ അവൻ നമ്മെ വിളിക്കുന്നു. യോശുവ 24:15 ഈ സത്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക, വിശ്വാസത്തിൽ അവന് കീഴടങ്ങുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുസരണത്തിൽ നടക്കുക എന്നതാണ്.